ഹായ് ഓൾ, എല്ലാവരും കൂടെ വൈകുന്നേരം ചോറ്റാനിക്കര അമ്പലത്തിൽ പോയ ഒരു വീഡിയോ ആണിത്. ഞാൻ, അമ്മ, അച്ഛ, പ്രീ, ജ്യോതിഷ് എല്ലാവരും കൂടെയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അനിയനും കൂടെ വരും. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചോറ്റാനിക്കരയ്ക്ക് ഏകദേശം ഒരു 4:15 തിരിച്ചു. 3:30 ഇറങ്ങണമെന്നുമായിരുന്നു പ്ലാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യനിഷ്ഠ കൂടുതലായതുകൊണ്ട് 4:15 ഇറങ്ങി. പുതുപ്പള്ളി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. വൈകുന്നേരം അവിടുത്തെ കടകളിൽ നല്ല തിരക്കാണ്. കോട്ടയത്തെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് പുതുപ്പള്ളി പള്ളി. അങ്ങനെ പുതുപ്പള്ളി വഴി മണർകാടെത്തി. ഈ കാണുന്നത് മീനച്ചിലാറാണെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത്. മുന്നോട്ട് നീങ്ങിയപ്പോൾ വളരെ ഭംഗിയുള്ളൊരു സൂര്യാസ്തമയം കൂടെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്ത് രസമല്ലേ! എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവസാനം ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കര എത്തി. ഞങ്ങളുടെ കൃത്യനിഷ്ഠ കാരണം അവിടെ ചെന്നിറങ്ങിയതും ദീപാരാധന കഴിഞ്ഞതും ഒരുപോലെയായിരുന്നു. എന്താല്ലേ! വേറെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തിരക്ക് പ്രതീക്ഷിച്ചാണ് അകത്തേക്ക് കയറിയത്. ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൽ നിന്ന് അകത്ത് കയറി നല്ല ഭംഗിയായി ദേവിയെ തൊഴുതു വന്നു. ഇനി കീഴ്ക്കാവിൽ തൊഴണം. അതിനായി താഴേക്ക് ഇറങ്ങിയപ്പോൾ സൈഡിലൊക്കെ കടകൾ. എന്താണെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് നവരാത്രി ആയല്ലോ എന്ന് ഓർത്തത്. ഒരുപാട് കടകളുണ്ടായി. ചിന്തിക്കട, കായുമുണ്ട്, സെറ്റ് കട, പിച്ചാത്തി, കത്തി, അങ്ങനെ ഒരുപാട് കടകൾ. അവിടെയും തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ വീണ്ടും വന്ന് കുറച്ചു നേരം ഇരുന്നു. ആ സമയത്ത് പ്രിയയും ജ്യോതിഷും റൂം നോക്കാൻ പോയി. അനിയൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തൊഴാൻ സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു. നേരത്തെ ഞാനൊരു ബജ്ജിക്കട കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. കോളിഫ്ലവർ ബജ്ജി, മുളക് ബജ്ജി വാങ്ങി. ബാക്കി ഒക്കെ തീർന്നിരുന്നു. അത് തീർത്ത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. എപ്പോഴത്തെയും പോലെ മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. നെയ് റോസ്റ്റ്, വെജ് ബിരിയാണി, ഫ്രൈഡ് റൈസ് ആണ് ബാക്കിയുള്ളവർ കഴിച്ചത്. ഞാനൊരു ചായയും കുടിച്ചു. ഇവനോട് കാപ്പി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. 203 ആയിരുന്നു ഞങ്ങളുടെ റൂം. 5 പേർക്കുള്ള റൂമായിരുന്നു എടുത്തത്. നാളെ വേറെ ഒരിടം വരെ പോകാനുള്ളത് കൊണ്ട് എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.